ഹായ് കൂട്ടുകാരെ, ഞാനുള്ളത് എൻ്റെ കടവിലാണ്, എൻ്റെ പുഴയിലാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ സുന്ദരമാണ്, അടിപൊളിയാണ്, വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഈ പ്രകൃതിയാണ് എന്നെ മറ്റുള്ള പ്രകൃതികളെ ആസ്വദിപ്പിക്കാൻ പഠിച്ചത്. ഞാനല്ലെങ്കിൽ അങ്ങനെ ആയത്. കാരണം ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഈ പുഴയിൽ വരും, കുളിക്കും. ഇത് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ നാട്ടിലുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. എന്റെ കൂടെ അന്ന് പോലുള്ളതാണ് കുളിക്കാവനാണ് കൂടുതൽ. അവരാണ് ഇന്നും ഇവിടെ എന്റെ പുറകിലിട്ട് കിടപ്പുണ്ട് കേട്ടാ. അയ്യോ, ഞാൻ പലരെയും ഓർക്കുന്നു പുഴയിൽ കൂടെ വന്നവരുടെ. ഒരാളുടെ പേര് മാത്രം പറയാനുള്ള കാരണം ഒരുപാട് പേരുണ്ടല്ലോ. പുഴയിലൊന്ന് നമ്മൾ പന്തി കാച്ചിട്ട് കളിച്ചത്, നീന്തൽ മത്സരവും, വെള്ളത്തിനടി പോയി മുങ്ങാൻ കുഴിയിട്ട് മറ്റേ മണലും കല്ലും ഒക്കെ പെറുക്കിക്കൊണ്ടു വന്നതും, ഇരട്ടപ്പാറ, ആഞ്ഞിലിച്ചൂട്, അങ്ങനെ വേണ്ട ഒരുപാട് കടവുകളുണ്ട്. ചീനിക്കടവ്, അങ്ങനെ പടിഞ്ഞാറേപ്പുഴ, ഒരുപാട് കടവുകളുണ്ടായി ഞങ്ങൾക്ക് ഇവിടെ. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരുന്നത് പുഴയാണ്, അലക്കാനും കുളിക്കാനും എല്ലാം. അന്നും ഇവൾ ഇതുപോലെ സുന്ദരിയായിട്ട് ഒഴുകുന്നുണ്ട്, ഇന്നും അതുപോലെ തന്നെ ഒഴുകുന്നുണ്ട്. പക്ഷെ ഇന്ന് ആൾബലം കുറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നവർ. അതുപോലെയായി. എന്നാലും നമ്മൾ പറ്റാവുന്നിടത്തോളം നമ്മളുടെ കുളി പുഴയിൽ വന്നായിരിക്കും. അതിനിപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഊണ് കഴിക്കണതിന് തുല്യമാണ്. അത്രയും ഒരു സുഖമാണ്. ഇനി ഞങ്ങൾ ഇത്രയും മഴയത്ത് കാറ്റത്തൊന്നും ആരും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, എല്ലാവരും വീട്ടിലിരിപ്പുണ്ടാവും. പലർക്കും പറയാം എന്താ നിങ്ങൾക്ക് വട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്താണ്. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ നിമിഷം കിട്ടുന്ന ഈ സന്തോഷം ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത്തിരി റിസ്ക് എടുക്കാതെ പറ്റില്ലല്ലോ. റിസ്ക് അതുകൊണ്ട് എടുത്തു. ഞാൻ വളരെ ഹാപ്പിയായി, ഈ ഒഴുകുന്ന പുഴ പോലെ ഹാപ്പിയായി.